കേരളത്തിൽ സാമ്പത്തിക പ്രതിസന്ധിയില്ല, സാമ്പത്തിക ബുദ്ധിമുട്ട് മാത്രമാണ് ഉള്ളതെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധിയിൽ പതിവ് പോലെ കേന്ദ്രത്തെ പഴിചാരിയായിരുന്നു കെ.എൻ. ബാലഗോപാലിന്റെ വാക്കുകൾ. കേന്ദ്രത്തിൽ നിന്ന് 31,000 കോടി രൂപ ലഭിച്ചിരുന്നത് 6,000 കോടിയായി കുറഞ്ഞു. കേന്ദ്ര വിഹിതം ചില സംസ്ഥാനങ്ങൾക്ക് 70% വരെ ലഭിക്കുമ്പോൾ കേരളത്തിന് ലഭിക്കുന്നത് 26%ആണെന്നും ബാലഗോപാൽ ആരോപിച്ചു. ഈ മാസം 20-ന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകുമെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിൽ കടം കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും കുറച്ച് ശതമാനം വളർന്നത് ഈ കഴിഞ്ഞ 4 വർഷമാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിനകത്ത് ഈ പണം വല്ലാതെ കിട്ടാതെ വന്നുകൊണ്ട് 3-4 മാസത്തെ കുടിശ്ശിക വന്നു. ഞങ്ങളത് നിയമസഭയിൽ പറഞ്ഞു, കുടിശ്ശിക വന്നിട്ടുണ്ട്, ഞങ്ങളത് കൊടുക്കും. എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ പോലുള്ള കാര്യങ്ങൾക്കുള്ള ചെലവ് കുറയ്ക്കാനേ ഉദ്ദേശിക്കുന്നില്ല. ഈ മാസം 20-ാം തീയതി കഴിയുമ്പോൾ 2 മാസത്തെ പെൻഷൻ ഒരുമിച്ച് കിട്ടും. കാരണം അതും ഒരു കുടിശ്ശിക കൊടുത്തു തീർക്കുകയാണ്. 2 മാസത്തെ പെൻഷൻ കിട്ടും.